ഞാനപ്പോൾ ഇക്കൊല്ലത്തെ കോമ്പസ് അക്കാഡമിയിലെ RRB PO ആണ് 24-25 ബാച്ചിൽ. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് ആക്ച്വലി എൻ്റെ കോമ്പസിലേക്കുള്ള ജേർണിനെ പറ്റിയാണ്. കാരണം ഞാൻ ഒരു 2 കൊല്ലം പേരെടുത്ത് പഠിച്ചതിന് ശേഷം ഞാൻ കോമ്പസിലേക്ക് വന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ പറയുക എക്സാം ബാച്ചാണ് കയറിയത്. പക്ഷേ എക്സാം ബാച്ച് കയറി കുറച്ച് കഴിഞ്ഞ് മിസ്സിൻ്റെ ക്ലാസ്സസും കാര്യങ്ങളും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ചും കൂടി എനിക്ക് വേണമെന്ന്. അങ്ങനെ ഞാൻ നേരെ പോയി ക്ലാസ് ബാച്ചിൽ ചേർന്നു. അങ്ങനെ ഞാൻ ബോത്ത് ക്ലാസ്സും എക്സാം ബാച്ചും കൂടി കൊണ്ടുപോയാണ് പോയത്. അപ്പോൾ ഇതിൽ ആക്ച്വലി എന്താ പറയുക കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്കുണ്ടായി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ വീക്ക് ഏരിയ എന്ന് പറയുന്നത് മാത്സാണ്. മാത്സ് ഇമ്പ്രൂവ് ചെയ്യാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ അതേപോലെ ഇന്ന സെക്ഷൻസ് ചെയ്യണം. അതായത് ഇപ്പോൾ മാത്സിലിപ്പോൾ സിംപ്ലിഫിക്കേഷൻസ് ഇത്ര വെച്ച് ചെയ്യുക. അങ്ങനെ ഞാൻ കുറേ ചെയ്തപ്പോഴേക്കും എൻ്റെ സ്പീഡ് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആയി. പിന്നെ മറ്റൊരു സെക്ഷനാണ് റീസണിങ് ഇപ്പോൾ കുറച്ചൊക്കെ എനിക്ക് ചെയ്യാൻ അറിയാമെങ്കിലും എനിക്ക് മാർക്ക് വളരെ കുറവാണ്. അപ്പോൾ സാറ് എങ്ങനെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻസ് അതൊക്കെ എടുക്കണം, പസിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ കുറേ മെത്തേഡ്സ് സാറ് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് നല്ലൊരു നല്ല ടോട്ടൽ ചേഞ്ച് ഉണ്ടായി. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക മെയിൻസിൻ്റെ ഏരിയ. ഇപ്പോൾ ഞാനൊരു പ്രിലിംസൊക്കെ കിടക്കുമെങ്കിലും മെയിൻസ് എന്നെ കൊണ്ട് ഒട്ടും പറ്റാത്തൊരു ഏരിയയാണ്. മിസ്സാണെങ്കിൽ ഇവിടെ അപ് ടു ഡേറ്റ് ആണ് മെയിൻസ് ക്ലാസ് എടുക്കുന്നത്. അതായത് കഴിഞ്ഞ കൊല്ലം വന്ന ആ പേപ്പേഴ്സ്, അതായത് PO ആണെങ്കിലും ക്ലർക്കാണെങ്കിലും എല്ലാം അത് വെച്ചാണ് മിസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ സാറിൻ്റെ എന്താ പറയുക റീസണിങ്ങിൻ്റെ ക്ലാസ്സസ് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അവിടെ സാറ് നമുക്ക് ഈ പറഞ്ഞ ലോജിക്കൽ റീസണിങ്, ഇപ്പോഴത്തെ എക്സാംസിൽ കൂടുതൽ കണ്ടുവരുന്നൊരു ടോപ്പിക്കാണ് ഈ ലോജിക്കൽ റീസണിങ്. അതിൻ്റെ ക്ലാസ് ആണെങ്കിൽ സാറ് വളരെ ക്ലിയർ ആയിട്ടാണ് മനസ്സിലാക്കി തരുന്നത്. പിന്നെ നമുക്ക് വരുന്ന നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഏരിയ ആണ് GK ഇംഗ്ലീഷ്. അപ്പോൾ GKനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ വീക്ക് വൈസും മിസ് ഇപ്പോൾ എക്സാംസും കാര്യം നടത്തും. നമുക്കൊരു വീക്ക് വൈസ് GK തരും, അതിൻ്റെ എക്സാംസ് നടത്തും, ഹോൾ മന്ത് ആയിട്ട് നടത്തും. നല്ല കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. പിന്നെ അടുത്തൊരു ഏരിയയാണ് ഇംഗ്ലീഷ്. ഇപ്പോൾ ഇംഗ്ലീഷിനെ പറ്റി എനിക്ക് പറയുമെങ്കിൽ ഇംഗ്ലീഷ് നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് കുറച്ച് ചെയ്ത് നിർത്തുക അങ്ങനെ എത്തും പറ്റില്ല. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ കോമ്പസിൽ നിന്ന് നല്ലൊരു ലൈബ്രറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കുറേ ബുക്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എഡിറ്റോറിയൽ, സാർ എഡിറ്റോറിയൽ എടുക്കും, നമ്മളെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മളൊരു കോൺഫറൻസ്, പബ്ലിക് സ്പീക്കിംഗ് എല്ലാം ഇമ്പ്രൂവ് ആയും ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ മറ്റൊരു എനിക്ക് ഒട്ടും വിട്ടു പറയാൻ പറ്റുന്ന ഏരിയയാണ് ഇൻ്റർവ്യൂ. ഞാനിപ്പോൾ ഇതിനു മുമ്പ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ വന്ന് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് എന്താണ് എൻ്റെ പ്രശ്നങ്ങളെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മളൊരു ഇൻ്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 4 ലെവൽ ഇൻ്റർവ്യൂ ആണ്. ആദ്യം തന്നെ സാറിൻ്റെ ലെവൽ ഇൻ്റർവ്യൂ, സാർ നമ്മുടെ പറഞ്ഞില്ല എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ഏരിയ ഇമ്പ്രൂവ് ആകണം. പിന്നെ അതേപോലെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, കോൺഫിഡൻസ്, സ്പീക്കിംഗ് എല്ലാം പക്ക. പിന്നെ അതിനുശേഷം ബാക്കി 3 സെക്ഷൻസ് വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യും. അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് കോമ്പസ് എനിക്ക് തന്നത്. സോ നിങ്ങളൊരു ബാങ്ക് ആസ്പിറൻ്റ് ആണെങ്കിൽ കോമ്പസ് തിരഞ്ഞെടുക്കേണ്ട ചോയ്സ് തന്നെയാണ്.